പൃഥ ശൂരസേന രാജാവിന്റെ പുത്രിയായിരുന്നു. ശൂരസേനന്റെ സഹോദരി പുത്രനായ കുന്തിഭോജൻ മക്കൾ ഇല്ലായിരുന്നു. കൊണ്ട് പൃഥയെ കുന്തിഭോജൻ ദത്തുപുത്രിയായി നൽകി. പിന്നീട് പൃഥ കുന്തി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഒരിക്കൽ ദുർവാസാവ് കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ എത്തി. ഉഗ്രകോപിയായ മഹർഷിയെ പരിചരിക്കുവാൻ കുന്തിയെ ഏൽപ്പിച്ചു. സംപ്രീതനായ മഹർഷി കുന്തിക്ക് ദിവ്യമായ ഒരു മന്ത്രം ഉപദേശിച്ചു നൽകി. ഇഷ്ടപ്പെട്ട ആരെ മന്ത്രത്താൽ ധ്യാനിച്ചാലും അവർ മുന്നിൽ വരും. മന്ത്രത്തിന്റെ ശക്തി പരീക്ഷിക്കാനായി സൂര്യനെ കുന്തി പ്രാർത്ഥിച്ചു. സൂര്യൻ കുന്തിയുടെ അരികിൽ എത്തി. അവർക്ക് കവചകുണ്ടലങ്ങൾ അണിഞ്ഞ ഒരു പുത്രൻ ജനിച്ചു. കർണൻ എന്ന പേരും നൽകി. കന്യകയായ താൻ ഒരു കുഞ്ഞിൻ ജന്മം നൽകി എന്ന അപമാനഭീതിയാൽ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കുന്തി തീരുമാനിച്ചു. കുഞ്ഞിനെ ഒരു പേടകത്തിൽ കിടത്തി നദിയിലൂടെ ഒഴുക്കി. ഹസ്തിനപുരിയിലെ തേരാളിയായ അതിരഥന്റെ പത്നിയായിരുന്നു രാധ. മക്കളില്ലാതിരുന്ന രാധ പുഴയിലൂടെ ഒഴുകി വന്ന പേടകത്തിലെ കുഞ്ഞിനെ എടുത്തു വളർത്തി. ആ കുഞ്ഞ് രാധേയൻ എന്ന് അറിയപ്പെട്ടു.